കുഞ്ഞുനാളിലിട്ട പ്രശ്നങ്ങൾ എത്ര മനോഹരമായ പ്രശ്നങ്ങളായിരുന്നു. ഫോർ എക്സാമ്പിൾ, പാൽസിപ്പപ്പ് മേടിക്കാൻ പോയിട്ട് ഐസിപ്പപ്പ് മേടിച്ചുകൊണ്ട് വന്നതും അപ്പുറത്തെ കടയിൽ പോയി നോക്കാവുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് നോക്കിയില്ല, അന്ന് ചീത്തയും കിട്ടിയില്ല. പിന്നെ ഉച്ച സമയത്ത് ആരും കാണാണ്ട് ഉപ്പിലിട്ടതെടുത്തുകൊണ്ട് പോയി കിണറ്റിൻ്റെ പുറകെ ഇരുന്ന് കഴിക്കുന്നത്. ടിങ് 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 ശബ്ദം കേൾക്കുമ്പം സോനാപ്പപ്പടിയാന്ന് വിചാരിച്ച് ഐസ് മിഠായിക്കാരൻ്റെ അടുത്ത് ഓടിപ്പോയത്. എന്താ ഒരു സുഖമായിരുന്നു ആ പ്രായത്തിൽ. ഇപ്പോഴും ഈ പറയുന്ന സുഖത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പ്രായം അന്നത്തെ പ്രായമല്ലല്ലോ ഇന്നത്തെ പ്രായം. സോ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അന്ന് പഠിക്കണ്ടായിരുന്നു, ജോലി ചെയ്യണ്ടായിരുന്നു. ഇവനെന്തിനാ മൊബൈൽ പോലും നമുക്ക് ഇഷ്ടമുള്ളതിന് ഉപയോഗിക്കാറ്. ഇപ്പോഴും മൊബൈൽ തുറന്നാൽ അറിയേണ്ട കാര്യങ്ങൾ നോക്കാനേ സമയമുള്ളൂ. പക്ഷെ എനിക്ക് ചില സമയത്ത് തോന്നുന്ന ഒരു കുഴപ്പം എന്നതാണോ ഇനി, അതോ ഇനി എൻ്റെ ചിന്ത അങ്ങനെ ആയതുകൊണ്ടായത് മാത്രമാണോ എന്നെനിക്കൊരു സംശയം പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. കഴുകിയിട്ട ഉടുപ്പിൽ നിന്ന് ഒരു ഉടുപ്പ് കാണാണ്ടായ അമ്മ എൻ്റെ ഉടുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒച്ചയിടായിരുന്നു. എന്നാൽ ഇന്ന് അതെവിടെ പോയെന്ന് ഞാൻ തന്നെ പോയി കണ്ടുപിടിക്കും, തിരിച്ചെടുത്തുകൊണ്ട് വരാം. അതെൻ്റെ ആവശ്യമായി പോയില്ല. നേരത്തെയൊക്കെ എന്തെങ്കിലും തിന്നാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാറ്. പക്ഷെ ഇപ്പം അതൊക്കെ തിന്ന് പഠിക്കാം, എനിക്ക് മുന്നോട്ട് പട്ടിയെടുക്കേണ്ട അവസ്ഥയായിരിക്കും. ഇനിയിപ്പോൾ ഞാനെങ്ങാനും പോയിട്ട് ഒരു ഉടുപ്പെടുത്ത് വീട്ടുകാരോട് പോയിട്ട് ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത് തരുമോ എന്ന് ചോദിക്കാനും പറ്റില്ല. അവിടെ പ്രശ്നം. പണ്ട് എന്ത് വന്നാലും എപ്പോഴും കുറ്റം കേൾക്കുന്നത് നമ്മുടെ ഫോണായിരിക്കും. പക്ഷെ ഇപ്പം കുറ്റം കേൾക്കുന്നത് എന്തും പറഞ്ഞാറിയോ എൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്. ഇനിയിപ്പോൾ ഒരു സാധനം മേടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് അത് ഇഷ്ടപ്പെട്ടില്ലെന്നെങ്ങാനും പറഞ്ഞാൽ പൈസ കളഞ്ഞില്ലെങ്കിൽ അവൾക്ക് ഇരിക്കപ്പുറവിട്ടാവില്ല. ഇതായിരിക്കും ഡയലോഗ്. നേരത്തെ പരിചയമുള്ള ആര് കണ്ടാലും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എത്രയിലാണ് പഠിക്കുന്നത്, ഇനി എത്രയിലാണ്, ഇപ്പം ജോലിയായോ, ജോലിയായില്ലേ, പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി അടുത്ത പരിപാടി എന്താ? ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് കേട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മറന്നു. പക്ഷെ എന്ത് രസമായിരുന്നല്ലോ നമ്മൾ ചെറുതായിരുന്നപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തിനാ വലുതായെന്ന് തോന്നിപ്പോവുക. 19 വയസ്സായ ആളുകൾ നേടിയെടുത്തതൊക്കെ ഞാൻ ഈ ഒരു പ്രായത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. നടുവേദന, തലവേദന, മുതുകുവേദന, ശരീരം വേദന, എന്തിനാ മറവി രോഗം പോലും പിടിപെട്ട് 20 വയസ്സിൽ ഇതുപോലെ ചമ്മി പണ്ടാറിറങ്ങിയിരിക്കുന്ന വേറെ ആരും ലോകത്തുണ്ടാവില്ലെന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം.